ഗുഡ് മോർണിംഗ് എവരിവൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്പെഷ്യൽ ടെക്നിക്സ് ഇൻ കംപ്ലീറ്റ് ഡെഞ്ചറിൽ ഓവർ ഡെഞ്ചറിനെ പറ്റിയിട്ടാണ്. ആ ഓവർ ഡെഞ്ചേഴ്സിനെ നമ്മൾ വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിമൈനിങ് നാച്ചുറൽ ടീത്തിൽ നിന്ന് ഇപ്പോൾ ബാക്കി എല്ലാ ടീത്തും റിമൂവ് ചെയ്തു, ഇനി ഒന്നോ രണ്ടോ ടീത്തേ ബാക്കിയുള്ളൂ ഒരാർച്ചിലെങ്കിൽ നമ്മൾ ആ ടീത്തിൻ്റെ സപ്പോർട്ടോ അല്ലെങ്കിൽ റൂട്ടിൽ നിന്ന് എന്താ പറയുക എൻഡോഡോണ്ടിക്കൽ ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്തിട്ടോ അല്ലെങ്കിൽ ഡെൻ്റൽ ഇംപ്ലാൻസിൻ്റെയോ മേലെ കവർ ചെയ്യുന്ന രീതിയിലോ അല്ലെങ്കിൽ റെസ്റ്റ് ചെയ്യുന്ന രീതിയിലോ വരുന്ന ഡെഞ്ചറിനെയാണ് ഓവർ ഡെഞ്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ ആ റീറ്റെയിൻ ചെയ്യുന്നത് വഴി ആ ടൂത്തിൽ നിന്നോ അല്ലെങ്കിൽ റൂട്ടിൽ നിന്നോ അല്ലെങ്കിൽ ഡെൻ്റൽ ഇംപ്ലാൻസിൽ നിന്നോ നമ്മൾ സപ്പോർട്ട് എടുത്താണ് ഈ ഓവർ ഡെഞ്ചർ ചെയ്യുക. അപ്പോൾ ഇതിനെ നമുക്ക് ഓവർലേ ഡെഞ്ചർ എന്നും പറയാം. നമുക്ക് അഡ്വാൻറ്റേജസ് ഓഫ് ഓവർ ഡെഞ്ചേഴ്സ് നോക്കാം. അപ്പോൾ അതിൽ ആദ്യത്തേത് സിംപ്ലിസിറ്റി ഓഫ് കൺസ്ട്രക്ഷൻ. ഇതിലെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ സ്പെഷ്യൽ പ്രൊസീജിയർ ഒന്നുമില്ല. നമ്മൾ സാധാരണ കംപ്ലീറ്റ് ഡെഞ്ചർ ചെയ്യുന്ന സ്റ്റെപ്സ് തന്നെയാണ് ഓവർ ഡെഞ്ചറിനും വരിക. ആകെ വരുന്ന ഡിഫറൻസ് എന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം 1 or 2 ടീത്ത് പ്രസൻ്റ് ആണെന്നുണ്ടെങ്കിൽ ആ ടീത്ത് നമ്മൾ റീറ്റെയിൻ ചെയ്യിക്കും. അതല്ല ഇപ്പോൾ റൂട്ടാണെങ്കിൽ റൂട്ട് നമ്മൾ റീറ്റെയിൻ ചെയ്യിച്ചിട്ട് ഒരു എൻഡോഡോണ്ടിക്കൽ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞായിരിക്കും വെച്ചേക്കുക. ബാക്കി മാക്സിലർ മാൻഡിബുലർ റെക്കോർഡ്സ് ഒക്കെ സെയിം ആയിട്ട് തന്നെയാണ് എടുക്കുക. അതുകൊണ്ടാണ് സിംപ്ലിസിറ്റി ഓഫ് കൺസ്ട്രക്ഷൻ. അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ വേറെ സ്റ്റെപ്സ് ഒന്നും ആഡ് ആവുന്നില്ല. അടുത്തത് സ്റ്റെബിലിറ്റി എന്തായാലും ഇപ്പോൾ നമ്മൾ കൊടുക്കുന്ന നോർമൽ ഡെഞ്ചറിനേക്കാളും ഇച്ചിരി കൂടുതലായിരിക്കും. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ നമ്മൾ റീറ്റെയിൻ ചെയ്യുന്നുണ്ട്, ടൂത്തിനെയോ അല്ലെങ്കിൽ റൂട്ടിനെയോ അല്ലെങ്കിൽ നമ്മൾ ഡെൻ്റൽ ഇംപ്ലാൻസോ പ്ലേസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് മറ്റ് ഡെഞ്ചേഴ്സിനേക്കാളും സ്റ്റെബിലിറ്റി നോക്കുമ്പോൾ ഓവർ ഡെഞ്ചേഴ്സിന് കൂടുതലായിരിക്കും. പിന്നെ അടുത്തതെന്ന് പറയുന്നത് റിറ്റൻഷനാണ്. റിറ്റൻഷനും അതെ, ഈ സ്റ്റെബിലിറ്റി കൂടുമ്പോൾ റിറ്റൻഷനും കൂടുതലായിരിക്കും. അടുത്തതെന്ന് പറയുന്നത് എസ്തെറ്റിക് എക്സലൻസ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി പേഷ്യൻറ്റിന് 1 to 2 ടീത്തൊക്കെ പ്രസൻ്റ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ എന്താ പറയുക ഒക്ലൂഷൻ പാറ്റേൺ ഒക്കെ കണ്ടുപിടിക്കാൻ നമുക്ക് ഈസി ആയിരിക്കും. അപ്പോൾ നമുക്ക് എസ്തെറ്റിക്കലി നന്നായിട്ട് തന്നെ ആർട്ടിഫിഷ്യൽ ടീത്ത് അറേഞ്ച്മെൻറ്റിനൊന്നും പ്രശ്നം ഉണ്ടാവില്ല. പിന്നെ അടുത്ത ഓവർ ഡെഞ്ചേഴ്സിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ഓപ്പൺ പാലറ്റ് പോസിബിൾ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ പാലറ്റിൽ ആ കവറിങ് ഇല്ലാണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളവിടെ ടീത്ത് റീറ്റെയിൻ ചെയ്യുന്നതുകൊണ്ട് ടീത്തിൽ നിന്ന് സപ്പോർട്ട് എടുക്കുന്നതുകൊണ്ട് ഇപ്പോൾ ഫുൾ കവറേജിൽ അതായത് ആ പാലറ്റിൽ കവറേജ് ഇല്ലാണ്ട് ചെയ്താലും ഡെഞ്ചേഴ്സിന് നല്ല സ്റ്റെബിലിറ്റിയും റിട്ടൻഷനും ഒക്കെ ഉണ്ടാവും. അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഈസ് ഓഫ് മെയിൻ്റനൻസ് ആണ്. ആ മെയിൻ്റനൻസിലും അതെ, ഇപ്പോൾ റിപ്പയർസോ ഓൾട്ടറേഷൻസോ അല്ലെങ്കിൽ ഇപ്പോൾ റീഫിറ്റിങ്ങിന് എന്തെങ്കിലും ഓവർ ഡെഞ്ചേഴ്സിന് പ്രശ്നമുണ്ടെങ്കിൽ സാധാരണ കൺവെൻഷണൽ കംപ്ലീറ്റ് ഡെഞ്ചേഴ്സിൽ നമ്മൾ ചെയ്യുന്ന സ്റ്റെപ്സ് തന്നെ ചെയ്താൽ മതിയും. വേറെ അങ്ങനെ എക്സ്ട്രാ ആയിട്ട് ഒന്നും ചെയ്യേണ്ടതില്ല. അടുത്തത് റീസണബിൾ കോസ്റ്റ് ആണ്. റീസണബിൾ കോസ്റ്റ് എന്ന് നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ടീത്തിൽ നിന്ന് തന്നെയാണ് സപ്പോർട്ട് എടുക്കുക. ഇതിപ്പോൾ അല്ലാണ്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നോർമൽ ഒരു കൺവെൻഷണൽ കംപ്ലീറ്റ് ഡെഞ്ചറിനേക്കാൾ കൂടുതലായിട്ട് നമുക്ക് സ്റ്റെബിലിറ്റിയും റിട്ടൻഷനും ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ പല ഓപ്ഷൻസിൽ കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ അതൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഓവർ ഡെഞ്ചേഴ്സ് എന്ന് പറയുന്നത് കോസ്റ്റ് കുറവാണ്. പിന്നെ എക്സലൻറ്റ് പേഷ്യൻ്റ് അക്സെപ്റ്റൻസ് ആണ്. കാര്യം പേഷ്യൻ്റ് അങ്ങനെ ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. പിന്നെ ചില പേഷ്യൻസിനുണ്ട് ഇപ്പോൾ 1 പല്ല് അല്ലെങ്കിൽ 2 പല്ലായിരിക്കും വായിലുണ്ടാവുക. അതവർക്ക് എക്സ്ട്രാക്ഷൻ ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും ഈ പല്ല്. അപ്പോൾ ഇതാകുമ്പോൾ നമ്മൾ റൂട്ട് കനാൽ ചെയ്ത് ആ പല്ല് നിലനിർത്തി തന്നെയാണ് കംപ്ലീറ്റ് ഡെഞ്ചർ കൊടുക്കുക. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ സപ്പോർട്ടിങ് ടിഷ്യൂവിനൊക്കെ ട്രോമയൊന്നും ഉണ്ടാവില്ല, ലെസ് ട്രോമയായിരിക്കും ഉണ്ടാവുക. പോസിബിലിറ്റി ഓഫ് യൂസിങ് അറ്റാച്ച്മെൻറ്റ്സ് ഓർ സോഫ്റ്റ് ലൈൻസ്, അത് എപ്പോഴാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സോഫ്റ്റ് ടിഷ്യൂവിന് എന്തെങ്കിലും പ്രശ്നമുണ്ട്, അതല്ല എങ്കിൽ ബോണി പ്രൊട്രൂബൻസൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കപ്പോൾ അവിടെ ഒരു റിലീവ് കൊടുക്കണം ആ ഡെഞ്ചറിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് അറ്റാച്ച്മെൻറ്റ്സ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ സോഫ്റ്റ് ലൈനേഴ്സും നമുക്ക് ഉപയോഗിക്കാം. അടുത്ത് ഈസ് ഇൻ ക്ലീനിങ്. അത് സാധാരണ കൺവെൻഷണൽ ഡെഞ്ചർ എങ്ങനെയാണോ ക്ലീൻ ചെയ്യുന്നത് അതുപോലെ തന്നെ ക്ലീൻ ചെയ്താൽ മതിയാവും. പ്രൊപ്രിയോസെപ്റ്റീവ് റെസ്പോൺസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പം ന്യൂറോമസ്കുലർ കണ്ടീഷൻസ് ഒക്കെ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടായിരിക്കും. കാര്യം നമ്മളിപ്പോൾ ഇവിടെ റൂട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ മുന്നേ പല്ലുകൾ ഉണ്ടായിരുന്ന ഒരു കണ്ടീഷൻ തന്നെയാണല്ലോ, അതുകൊണ്ട് അങ്ങനെ പേഷ്യൻസിന് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഫോഴ്സസ് ഓഫ് മാസ്റ്റിക്കേഷൻ. ഇതിലെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടീത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, അതല്ലെങ്കിൽ റൂട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, ഇനി അതും ഇല്ലെങ്കിൽ നമ്മൾ ഡെൻ്റൽ ഇംപ്ലാൻസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഫോഴ്സൊക്കെ യൂണിഫോമായിട്ട് ഇപ്പോൾ റൂട്ടുള്ള കണ്ടീഷനാണെങ്കിൽ റൂട്ട് വഴി ബോണിലേക്ക് പോകുന്നു. അങ്ങനെ എന്താ പറയുക, നമുക്കിപ്പോൾ കൺവെൻഷണൽ ഡെഞ്ചറിൽ പറയുമ്പോൾ അതൊരു സിംഗിൾ യൂണിറ്റ് ആയിട്ടാണ് ആക്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഇതിലങ്ങനെയല്ല, നമുക്ക് ആ ടീത്ത് ഉള്ള കണ്ടീഷൻ പോലെ തന്നെയായിരിക്കും. അപ്പോൾ അതുകൊണ്ട്
ഫോഴ്സസ് ഒക്കെ ഈക്വൽ ആയിട്ടായിരിക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പോസ്റ്റ് ഇൻസേർഷനിലും അങ്ങനെ പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവാറില്ല. വളരെ ചുരുക്കം എന്തെങ്കിലും പോസ്റ്റ് ഇൻസേർഷൻ പ്രോബ്ലംസ് ആണ് ഉണ്ടാവുക. അപ്പോൾ ഇതൊക്കെയാണ് ഓവർ ഡെഞ്ചറിൻ്റെ അഡ്വാൻറ്റേജസ്. ഓവർ ഡെഞ്ചറിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? അപ്പോൾ അതിൽ ആദ്യത്തെ എന്ന് പറയുന്നത് കേരി സസെപ്റ്റബിലിറ്റി ഓഫ് അബറ്റ്മെൻറ്റ്സ് ആണ്. അതായത് നമ്മളിപ്പോൾ എൻഡോഡോണ്ടിക്കലി ട്രീറ്റ് ചെയ്യാണ്ടാണ് റീറ്റെയിൻ ചെയ്യിക്കുന്നതെങ്കിൽ കേരീസ് വരാനുള്ള സാധ്യതകളുണ്ട്. പിന്നെ ഓറൽ ക്യാവിറ്റി പേഷ്യൻ്റ് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല, പ്ലാക്ക് കൺട്രോളൊക്കെ ഇൻഎഫക്റ്റീവ് ആണ് എന്നുണ്ടെങ്കിൽ പെരിഡോണ്ടൽ ബ്രേക്ക് ഡൗൺ വരാം അബറ്റ്മെൻറ്റ്സിന്. അതായത് പെരിഡോണ്ടലി അബറ്റ്മെൻറ്റ്സ് വീക്കായി പോവും. പിന്നെ അത് അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എക്സ്ട്രാക്ഷനേ ഓപ്ഷനുള്ളൂ. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൺവെൻഷണൽ കംപ്ലീറ്റ് ഡെഞ്ചറിനേക്കാളും നമുക്ക് ഇൻ്ററാർച്ച് സ്പേസ് ഇച്ചിരി കൂടുതൽ വേണം ഓവർ ഡെഞ്ചേഴ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അടുത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോണി അണ്ടർകട്ട്സ്. ഈ ബോണി അണ്ടർകട്ട്സ് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചൂസ് ചെയ്ത് വെച്ചേക്കുന്ന അബറ്റ്മെൻറ്റ് ടീത്തിൻ്റെ ലേബിയൽ സൈഡിലായിട്ട്, അതായത് അതിൻ്റെ ഫ്രണ്ടിലായിട്ട് ബോണി അണ്ടർകട്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് ആ ഡെഞ്ചർ ബേസിൻ്റെ ക്ലോസ് അഡാപ്റ്റേഷൻ പോസിബിൾ അല്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ പാത്ത് ഓഫ് ഇൻസേർഷൻ എന്ന് പറയുന്നത് ഇച്ചിരി ലിമിറ്റഡ് ആണ് ഓവർ ഡെഞ്ചറിൻ്റെ കാര്യത്തിൽ. അപ്പോൾ അങ്ങനെ ബോണി അണ്ടർകട്ട്സ് അബറ്റ്മെൻറ്റ്സിന് ലേബിയലി ഉണ്ട് എങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും. കാര്യം അവിടെ ആ ഒരു ക്ലോസ് അഡാപ്റ്റേഷനൊന്നും വരില്ല. അപ്പോൾ ഇതൊക്കെ ആണ് ഡിസഡ്വാൻറ്റേജ്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കൺവെൻഷണൽ കംപ്ലീറ്റ് ഡെഞ്ചറിനേക്കാളും ഇച്ചിരി ബൾക്കിയർ ആയിരിക്കും ഓവർ ഡെഞ്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഓവർ ഡെഞ്ചറിൻ്റെ ഡിസഡ്വാൻറ്റേജസ്. ഇൻഡിക്കേഷൻസ് ഓഫ് ഓവർ ഡെഞ്ചേഴ്സ്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെരിഡോണ്ടൽ ഡിസീസ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ സിവിയറായിട്ട് പെരിഡോണ്ടൽ അറ്റാച്ച്മെൻറ്റ് ലോസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് പല്ലുകൾ എക്സ്ട്രാക്ഷൻ ഇൻഡിക്കേറ്റഡ് ആണ്. അപ്പോൾ ഇനി വളരെ കുറച്ച് പല്ലുകൾ മാത്രമേ നമുക്ക് റീറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ അതിൽ നമുക്ക് ഓവർ ഡെഞ്ചർ ചെയ്യാം. അതുപോലെ തന്നെ ഇനി പേഷ്യൻ്റെ വായിൽ വളരെ കുറച്ച് പല്ലുകളേ ഉള്ളൂ, ഒരു 3-4 പല്ലുകളെ ബാക്കിയുള്ളൂ എങ്കിൽ പിന്നെ പേഷ്യൻ്റ് അത് എക്സ്ട്രാക്ഷൻ ചെയ്യാൻ വില്ലിങ്ങും അല്ല എന്ന് പറയുന്നത് നമുക്കതിൽ ഓവർ ഡെഞ്ചർ ചെയ്യാം. അതുമല്ല നമുക്കിപ്പോൾ ഇനി FPD അല്ലെങ്കിൽ ഒരു ഫിക്സ്ഡ് ആയിട്ട് എന്തെങ്കിലും കൊടുക്കാൻ ക്രൗൺ റൂട്ട് റേഷ്യോ കുറവാണ് എന്നുള്ള കണ്ടീഷൻസിൽ നമുക്ക് ഓവർ ഡെഞ്ചേഴ്സ് ചെയ്യാം. പിന്നെ അതുപോലെ സിവിയർ അട്രീഷൻ അല്ലെങ്കിൽ വേർട്ടിക്കൽ ഡയമെൻഷൻ ഇച്ചിരി ലോസ് ഉണ്ട് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഓവർ ഡെഞ്ചേഴ്സ് കൊടുക്കാവുന്നതാണ്. പിന്നെയെന്ന് വെച്ചാൽ നമ്മൾ അഡ്വാൻറ്റേജസിൽ തന്നെ പറഞ്ഞതാണ്, കൺജനൈറ്റലായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട്, ക്ലെഫ്റ്റ് പാലറ്റൊക്കെ ഉള്ളവർക്കാണെങ്കിൽ നമുക്ക് ഓവർ ഡെഞ്ചേഴ്സ് കൊടുക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ മാൻഡിബുലാർ ആർച്ചിൽ നമുക്ക് കുറച്ച് പല്ലുകൾ അതുപോലെ, പക്ഷേ ഡെഞ്ചുലസ് ആയിട്ടുള്ള മാക്സിലയാണ് എങ്കിൽ നമുക്ക് മാൻഡിബിളിൽ ഓവർ ഡെഞ്ചർ ചെയ്യാം. അതല്ല തിരിച്ചാണെങ്കിലും നമുക്ക് ചെയ്യാം. ഇപ്പോൾ മാൻഡിബിളിൽ ഡെഞ്ചുലസ്, മാക്സിലയിൽ നമുക്ക് ഓവർ ഡെഞ്ചർ കൊടുക്കാം. ഇതൊക്കെയാണ് ഓവർ ഡെഞ്ചറിൻ്റെ ഇൻഡിക്കേഷൻസ്. അപ്പോൾ നമ്മൾ ഇൻഡിക്കേഷൻസ് നോക്കി. ഇനി എന്തൊക്കെയാണ് ഓവർ ഡെഞ്ചറിൻ്റെ കോൺട്രാ ഇൻഡിക്കേഷൻസ് എന്ന് പറയുകയാണെങ്കിൽ ഹൈ കേരീസ് ഇൻഡെക്സ് ആണ്. അതായത് ഇപ്പം പേഷ്യൻറ്റിന് ഫുൾ കേരീസ് ലീഷൻസ് വന്നാണ് എല്ലാ പല്ലുകളും നഷ്ടപ്പെട്ടേക്കുന്നത് എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അബറ്റ്മെൻറ്റിൽ എന്തായാലും കേരീസ് വരും, ഒരു പുവർ പ്രോഗ്നോസിസ് ആണെന്നുണ്ടെങ്കിൽ അതിൽ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പുവർ ഓറൽ ഹൈജീൻ. നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, പ്ലാക്ക് കൺട്രോളൊക്കെ പ്രോപ്പർ അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ അബറ്റ്മെൻറ്റായിട്ട് സെലക്ട് ചെയ്യുന്ന ടീത്ത് പെരിഡോണ്ടലിൽ വീക്കായി പോകും. അപ്പോൾ അങ്ങനെയുള്ള പേഷ്യൻസിന് നമ്മൾ ഓവർ ഡെഞ്ചർ കൊടുക്കരുത്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പുവർ പ്രോഗ്നോസിസ് ഓഫ് അബറ്റ്മെൻറ്റ്. നമ്മൾ ഈ അബറ്റ്മെൻറ്റ് ഇവാലുവേഷനിൽ തന്നെ നമുക്ക് മനസ്സിലാവുകയാണ്, ഇത് ഒരു അബറ്റ്മെൻറ്റായിട്ട് ചൂസ് ചെയ്തിട്ട് വലിയ കാര്യമില്ല, പ്രോഗ്നോസിസ് പുവർ ആയിരിക്കും എന്നുണ്ടെങ്കിൽ ആ കേസുകളിലും നമ്മൾ ഓവർ ഡെഞ്ചർ ചെയ്യരുത്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ മുന്നേ പറഞ്ഞായിരുന്നു, ഇൻ്റർആർച്ച് സ്പേസ് കൺവെൻഷണൽ CDയേക്കാളും ഇച്ചിരി കൂടുതലായിട്ട് നമുക്ക് വേണം എന്നുള്ളത്. അപ്പോൾ റെഡ്യൂസ്ഡ് ഇൻ്റർആർച്ച് സ്പേസ് ആണ് പേഷ്യൻറ്റിനുള്ളതെങ്കിൽ കോൺട്രാ ഇൻഡിക്കേറ്റഡ് ആണ് ഓവർ ഡെഞ്ചേഴ്സിന്. പിന്നെ സഫിഷ്യൻറ്റ് അറ്റാച്ച്ഡ് ജിഞ്ചൈവ ഉണ്ടോ എന്ന് നോക്കുക, അത് നമ്മൾ ഈ അബറ്റ്മെൻറ്റായിട്ട് എടുക്കുന്ന ടീത്തിന്. അപ്പോൾ അതും ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മളങ്ങനെ അത് ടീത്തിനെ അബറ്റ്മെൻറ്റായിട്ട് ചൂസ് ചെയ്യരുത്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻഡോപെരിയോ ട്രീറ്റ്മെൻറ്റ്സ് പെർഫോം ചെയ്യുമ്പോൾ നമുക്കൊരു സാറ്റിസ്ഫാക്ടറി റിസൾട്ട് കിട്ടില്ല എന്ന് തോന്നുകയാണെങ്കിലും നമ്മൾ കോൺട്രാ ഇൻഡിക്കേറ്റഡ് ആണ് ഓവർ ഡെഞ്ചേഴ്സ് എന്ന് പറയുന്നത്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അബറ്റ്മെൻറ്റ് ടീത്തിന് ഗ്രേഡ് 3 മൊബിലിറ്റി ഒക്കെ ഉള്ള ടീത്തൊന്നും നമ്മൾ അബറ്റ്മെൻറ്റായിട്ട് ചൂസ് ചെയ്യില്ല. അപ്പോൾ ഇതൊക്കെയാണ് കോൺട്രാ ഇൻഡിക്കേഷൻസ് ഓഫ് ഓവർ ഡെഞ്ചർ. അടുത്തത് ക്ലാസിഫിക്കേഷൻ ഓഫ് ഓവർ ഡെഞ്ചർ. ഓവർ ഡെഞ്ചേഴ്സിനെ മെയിനായിട്ട് 2 പേരാണ് ക്ലാസിഫൈ ചെയ്തേക്കുന്നത്. ഹാർട്ട്വെല്ലും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, ബ്രൂവർ ആൻഡ് മോറോ എന്ന് പറയുന്നവരും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഹാർട്ട്വെൽ ക്ലാസിഫൈ ചെയ്തേക്കുന്നത് അക്കോർഡിംഗ് ടു മെത്തേഡ് ഓഫ് അബറ്റ്മെൻറ്റ് പ്രിപ്പറേഷനാണ്. നമ്മൾ അബറ്റ്മെൻറ്റ് പ്രിപ്പറേഷൻ വെച്ചിട്ടാണ് ഹാർട്ട്വെൽ ക്ലാസിഫൈ ചെയ്തേക്കുന്നത്.
അപ്പോൾ അതിലെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവർ ഡെഞ്ചേഴ്സിനെ മെയിനായിട്ട് രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുക. ടൂത്ത് സപ്പോർട്ടഡ് ഓവർ ഡെഞ്ചറും ഇംപ്ലാന്റ് സപ്പോർട്ടഡ് ഓവർ ഡെഞ്ചറും. അതിൽ ടൂത്ത് സപ്പോർട്ടഡ് ഓവർ ഡെഞ്ചർ തന്നെ വീണ്ടും സബ് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. നോൺ കോപ്പിയിങ്, കോപ്പിയിങ് ആൻഡ് അറ്റാച്ച്മെൻറ്റ്സ്. മൂന്നായിട്ടാണ് നോൺ കോപ്പിയിങ്, കോപ്പിയിങ് ആൻഡ് അറ്റാച്ച്മെൻറ്റ്സ്. അതിൽ കോപ്പിയിങ്ങിനെ നമുക്ക് ഷോർട്ട് എന്നും ലോങ് എന്നും പറഞ്ഞ് വീണ്ടും സബ് ക്ലാസിഫൈ ചെയ്യാം. അറ്റാച്ച്മെൻറ്റ്സിൽ മൂന്നെണ്ണമാണ് വരിക. സ്റ്റഡ് അറ്റാച്ച്മെൻറ്റ്, ബാർ അറ്റാച്ച്മെൻറ്റ് ആൻഡ് മാഗ്നറ്റ് അറ്റാച്ച്മെൻറ്റ്സ്. അങ്ങനെയാണ് മൂന്നെണ്ണം വരിക. അപ്പം സ്റ്റഡ്, ബാർ ആൻഡ് മാഗ്നറ്റ് അത് അറ്റാച്ച്മെൻറ്റ്സിൽ വരുന്നതാണ്. ടൂത്ത് സപ്പോർട്ടഡ് ഓവർ ഡെഞ്ചേഴ്സിനെ പറ്റിയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുകയാണെങ്കിൽ ടൂത്ത് സപ്പോർട്ടഡ് ഓവർ ഡെഞ്ചേഴ്സിന് മുന്നേ തന്നെ പറഞ്ഞിരുന്നു മൂന്നായിട്ടാണ് ക്ലാസിഫൈ ചെയ്തേക്കുന്നത്. നോൺ കോപ്പിയിങ്, കോപ്പിയിങ് ആൻഡ് അറ്റാച്ച്മെൻറ്റ്സ്. അപ്പോൾ അതിൽ നമുക്ക് ആദ്യം നോൺ കോപ്പിയിങ് അബറ്റ്മെൻറ്റ്സിനെ പറ്റി നോക്കാം. നോൺ കോപ്പിയിങ് അബറ്റ്മെൻറ്റ്സിനെ തന്നെ നമുക്ക് ബെയർ റൂട്ട് സർഫസ് എന്നും പറയാം. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ആ ടൂത്ത് സ്ട്രക്ചറിൽ വേറെ നമ്മൾ മേലെ അറ്റാച്ച്മെൻറ്റ്സോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. നമ്മൾ ആ ടീത്തായിട്ട് തന്നെയാണ് യൂസ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് ബെയർ റൂട്ട് സർഫസ് എന്നും പറയാം, നോൺ കോപ്പിയിങ് അബറ്റ്മെൻറ്റ്സ് എന്നും പറയാം. അപ്പോൾ അതിൽ തന്നെ നമ്മൾ ഈ സിലക്ട് ചെയ്തേക്കുന്ന അബറ്റ്മെൻറ്റിൻ്റെ ഹൈറ്റ് നമ്മളൊന്ന് റെഡ്യൂസ് ചെയ്യും. അതായത് ക്രൗൺ ഹൈറ്റിൽ നിന്നൊരു 2 to 3 mm വരെ നമ്മൾ റെഡ്യൂസ് ചെയ്തിട്ട് അതിന് ആ ഒരു ഒക്ലൂസൽ സർഫസിൽ ഒരു കോൺവെക്സ് ഷേപ്പിലോ അല്ലെങ്കിൽ ഡോം ഷേപ്പിലോ ആയിരിക്കും നമ്മൾ ഫില്ലിങ് ചെയ്ത് വെക്കുക. അപ്പോൾ ഇത്രയും നമ്മൾ റെഡ്യൂസ് ചെയ്യുന്നത് കൊണ്ട് കഴിവതും എൻഡോഡോണ്ടിക് തെറാപ്പി ചെയ്തിട്ടാണ് നമ്മൾ അബറ്റ്മെൻറ്റിന് ഇങ്ങനെ ടൂത്ത് പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ ആ പിക്ചറിൽ സൈഡിൽ കൊടുത്തേക്കുന്ന ആ പിക്ചറിൽ നോക്കിയാൽ മനസ്സിലാവും 1, 2, 3 എന്നതിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിൽ 3 എന്ന് മാർക്ക് ചെയ്തേക്കുന്നത് റൂട്ട് ഫില്ലിംഗ് ആണ്. നമ്മൾ പറഞ്ഞല്ലോ എൻഡോഡോണ്ടിക്കലി നമ്മൾ ട്രീറ്റ് ചെയ്തിട്ടാണ് വെക്കുക. അപ്പോൾ അവിടെ ഗട്ടാപ്പർച്ചി ആയിരിക്കണം ആ ഒരു 3ൽ വരിക. പിന്നെ 2ൽ സീലിംഗ് ബേസ് ആണ് വച്ചേക്കുന്നത്. 1ൽ നമുക്ക് അമാൽഗം അല്ലെങ്കിൽ കോമ്പോസിറ്റോ GICയോ എന്തുവാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സിലക്ഷൻ അനുസരിച്ച് അതിൽ മാറ്റാം. കഴിവതും അമാൽഗം അല്ലെങ്കിൽ കോമ്പോസിറ്റ് വെക്കുന്നതായിരിക്കും ഇച്ചിരി കൂടെ ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ. ആ മേലെ വരുന്ന അമാൽഗമോ കോമ്പോസിറ്റോ ആണ്. അതായത് നമുക്കിപ്പോൾ കോൺവെക്സ് ഷേപ്പിലോ അല്ലെങ്കിൽ ഡോം സർഫസിലോ ഡോം ഷേപ്ഡിലോ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ തീരുമാനിക്കാം. ഏത് നമുക്ക് എത്ര സപ്പോർട്ടാണ് അവിടെ നിന്ന് എടുക്കേണ്ടതെന്നനുസരിച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. നോൺ കോപ്പിയിങ്സിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചുകൂടെ സിമ്പിളായിട്ടുള്ള പ്രൊസീജിയറാണ്. ബാക്കി ഇപ്പോൾ കോപ്പിയിങ്സിൻ്റെ ആയാലും അറ്റാച്ച്മെൻറ്റ്സും ഒക്കെ കമ്പയർ ചെയ്യുമ്പോൾ നോൺ കോപ്പിയിങ് എന്ന് പറയുന്നത് സിമ്പിളായിട്ടുള്ള പ്രൊസീജിയറാണ്. പിന്നെ ലീസ്റ്റ് എക്സ്പെൻസീവാണ്. കാര്യം ഇതിൽ വേറെ കാര്യങ്ങളൊന്നും വരുന്നില്ല. എൻഡോഡോണ്ടിക്കൽ ട്രീറ്റ്മെൻറ്റും അതിൻ്റേതായ ഫില്ലിങ്ങും മാത്രമേ വരുന്നുള്ളൂ. പിന്നെ എന്തുവാന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രീറ്റ്മെൻറ്റിൽ ഇപ്പോൾ നമുക്കിപ്പോൾ ക്വസ്റ്റ്യനബിൾ ആയിട്ടുള്ള അബറ്റ്മെൻ്റ് ആണ് നമ്മൾ ചൂസ് ചെയ്യുന്നുണ്ടെങ്കിലും ഈ ഒരു തരത്തിൽ ചെയ്യുന്നത് നല്ലതായിരിക്കും. കാര്യം ഇപ്പോൾ നമുക്ക് പ്രോഗ്നോസിസ് പുവർ അല്ല എന്നാൽ ഗുഡ് എന്നും പറയാൻ പറ്റില്ല. ഇതിൻ്റെ മിഡിലിൽ നിൽക്കുന്ന ഒരു ടൈപ്പ് അബറ്റ്മെൻ്റ് ആണ് നമ്മൾ ചൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു തരത്തിൽ ചെയ്ത കാര്യം അത്ര എക്സ്പെൻസീവ് ഒന്നും അല്ലാത്തതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെ ഇരിക്കും ഇതിൻ്റെ ഔട്ട്കം എന്നുള്ളത്. അതുപോലെ തന്നെ എന്തെങ്കിലും റീട്രീറ്റ്മെൻറ്റ് ആവശ്യമായി വന്നാലും അതായത് അബറ്റ്മെൻറ്റ്സിന് റീട്രീറ്റ്മെൻറ്റ് ആവശ്യമായിട്ട് വന്നാലും നമുക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് നോൺ കോപ്പിയിങ് അബറ്റ്മെൻറ്റ്സിൻ്റെ അഡ്വാൻറ്റേജസ്. അടുത്തത് അബറ്റ്മെൻറ്റ്സ് വിത്ത് കോപ്പിയിങ്സ്. മുന്നേ നമ്മൾ ഡിസ്കസ് ചെയ്തത് അബറ്റ്മെൻറ്റ്സ് വിത്തൗട്ട് കോപ്പിയിങ്സ് ആയിരുന്നു. അപ്പോൾ ആ വിത്തൗട്ട് കോപ്പിയിങ്സ് അതായത് നോൺ കോപ്പിയിങ്സും കോപ്പിയിങ്സും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നോൺ കോപ്പിയിങ്സിൽ നമ്മൾ ആ ടൂത്ത് സർഫസിൽ തന്നെ കോമ്പോസിറ്റോ അല്ലെങ്കിൽ അമാൽഗമോ ആണ് ബിൽഡപ്പ് ചെയ്തിരുന്നത്. ഇവിടെ എന്ന് പറയുമ്പോൾ നമ്മൾ അതേ പ്രൊസീജിയറൊക്കെ ചെയ്യും. പക്ഷേ ഈ നമ്മളെന്താ പറയുക ഇപ്പോൾ എൻഡോഡോണ്ടിക്കലി ട്രീറ്റ് ചെയ്തിട്ട് മേലെ കോമ്പോസിറ്റ് വന്നിട്ട് അതിന് മേലെ നമ്മളൊരു കവറിങ് പോലെ അല്ലെങ്കിൽ ആ എക്സ്പോസ്ഡ് സർഫസ് ഒന്ന് ഒരു ക്യാപ്പ് പോലെ എന്നൊക്കെ പറയാം. അപ്പോൾ ആ ഒരു തരത്തിൽ ചെയ്യുന്നതിനെയാണ് ഈ കോപ്പിയിങ്സ് എന്ന് പറയുന്നത്. കോപ്പിയിങ്സ് മിക്കപ്പോഴും കാസ്റ്റ് മെറ്റലായിരിക്കും. ഒരു ഡോം ഷേപ്പ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഷാംഫർ ഫിനിഷ് ലൈൻ ആയിരിക്കും കൊണ്ട് അതായത് നമ്മളിവിടെ ഫിക്സ്ഡിൽ ചെയ്യുന്നത് പോലെ ചെറിയ രീതിയിലൊരു ടൂത്ത് പ്രിപ്പറേഷൻ ചെയ്തിട്ടാണ് ഈ മെറ്റൽ കോപ്പിയിങ്സ് വരിക. അപ്പോൾ വരുമ്പോൾ മിക്കപ്പോഴും ഡോം ഷേപ്പിലായിരിക്കും വരിക. ഷാംഫർ ഫിനിഷ് ലൈൻ ആയിരിക്കും. കാര്യം മെറ്റൽ കോപ്പിയിങ്സ് ആണല്ലോ. എന്നിട്ട് നമ്മൾ ആ ഫിക്സ്ഡ് പ്രോസസ്സ് സിമെൻറ്റ് ചെയ്യുന്നത് പോലെ ഒരു സിമെൻറ്റ് ഉപയോഗിച്ച് നമ്മൾ സിമെൻറ്റ് ചെയ്യുകയാണ് ചെയ്യുക ഈ ടൂത്ത് സർഫസിലേക്ക് ഈ മെറ്റൽ കോപ്പിയിങ്സ്. മെയിനായിട്ട് BDS ലെവലിൽ പറയുമ്പോൾ നമുക്ക് 2 ടൈപ്പ് കോപ്പിയിങ്സ് ആണ് ശ്രദ്ധിക്കേണ്ടത്. ഡോം ഷേപ്ഡ് കോപ്പിയിങ്സും ഉണ്ട്, ടിമ്പിൾ കോപ്പിയിങ്സും ഉണ്ട്. നമ്മളിപ്പോൾ ഡീപ്പായിട്ട് പറയുമ്പോൾ കോപ്പിയിങ്സ് 4 ടൈപ്പിലാണുള്ളത്. ബേസിക്കായിട്ട്
ലോങ് കോപ്പിങ്സ്, മീഡിയം കോപ്പിങ്സ്, മീഡിയം ഷോർട്ട് കോപ്പിങ്സ്. പക്ഷെ ഇപ്പോൾ BDS ടെക്സ്റ്റ് ബുക്കുകളിലും കാര്യങ്ങളിലും ഒക്കെ 2 കോപ്പിങ്സിനെ പറ്റി സംസാരിക്കുന്നുള്ളൂ, ലോങ് കോപ്പിങ്സും ഷോർട്ട് കോപ്പിങ്സും. അപ്പോൾ ഇത് 2 മാത്രം സ്ട്രെസ് കൊടുത്ത് പറയുകയാണ്. ലോങ് കോപ്പിങ്സ്, ഈ ലോങ് കോപ്പിങ്സിനെ തന്നെ നമുക്ക് വേറെ പേരിൽ തിമ്പിൾ ഷേപ്ഡ് കോപ്പിങ്സ് എന്നും പറയാം. പിക്ചർ B എന്ന് മാർക്ക് ചെയ്തേക്കുന്നതാണ് ഈ ലോങ് കോപ്പിങ്സ്, അതായത് ക്ലിനിക്കൽ ഫോട്ടോ ആണ്. എന്താ പറയുക, തിമ്പിൾ ഷേപ്ഡ് കോപ്പിങ്സ് എന്നോ അല്ലെങ്കിൽ ലോങ് ഷേപ്ഡ് കോപ്പിങ്സ് എന്നോ പറയാം. അപ്പോൾ ഇതിലെന്ന് പറയുമ്പോൾ നമ്മൾ സിലക്ട് ചെയ്യുന്ന അബട്ട്മെൻറ്റിന് നമ്മൾ ടൂത്ത് പ്രിപ്പയർ ചെയ്താൽ മതിയാവും. എൻഡോഡോണ്ടിക്കൽ ട്രീറ്റ്മെൻറ്റ് ചെയ്തില്ല എങ്കിലും കുഴപ്പമൊന്നുമില്ല, അതായത് ഹെൽത്തിയാണ്, കേരീസ് ലീഷൻസ് ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ എൻഡോഡോണ്ടിക് ട്രീറ്റ്മെൻറ്റ് ചെയ്യണം എന്നില്ല. ഒരു ഷാംഫർ ഫിനിഷ് ലൈനിൽ ടൂത്ത് പ്രിപ്പയർ ചെയ്ത് 6 to 8 mm ടീത്ത് ഹൈറ്റ് വേണം. അതുപോലെ തന്നെ നല്ല ഓഷ്യസ് സപ്പോർട്ടും വേണം, അതായത് പെരിഡോണ്ടിക്കലി നല്ല സ്ട്രോങ് ആയിരിക്കണം ടീത്ത്. ഇങ്ങനെ പ്രിപ്പയർ ചെയ്ത് നമ്മൾ ഓവർ ഡെഞ്ചർ കൊടുക്കുന്നതിനെ നമുക്ക് വേറൊരു പേരിലും പറയാം, ടെലിസ്കോപ്പിക് ഓവർ ഡെഞ്ചർ എന്നും പറയാം. കാര്യം ഇതിൽ സ്റ്റെബിലിറ്റിയും റിട്ടൻഷനും ഒക്കെ ഇച്ചിരി കൂടെ നല്ല രീതിയിൽ തന്നെ ആയിരിക്കും ഈ ലോങ് കോപ്പിങ്സിന് ഉണ്ടാവുക. അപ്പോൾ ഇതിനെ വേറെ രീതിയിൽ നമുക്ക് ടെലിസ്കോപ്പിക് ഡെഞ്ചർ എന്നും പറയാം. നമ്മൾ ആ വെക്കുന്ന ക്രൗൺസിനെ, അതായത് ആ കോപ്പിങ്സിനെ നമുക്ക് ടെലിസ്കോപ്പിക് ക്രൗൺ എന്നും പറയാം. അടുത്തത് ഷോർട്ട് കോപ്പിങ്സ്. ഈ ഷോർട്ട് കോപ്പിങ്സിനെ നമുക്ക് ഡോം ഷേപ്ഡ് കോപ്പിങ്സ് എന്നും പറയാം. ഷോർട്ട് കോപ്പിങ്സിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻഡോഡോണ്ടിക്കൽ ട്രീറ്റ്മെൻറ്റ് മസ്റ്റാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഇതിൽ ക്രൗൺ ഹൈറ്റ് ഒരു 2 to 3 mm മതി, ബാക്കി നമ്മൾ റെഡ്യൂസ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് എൻഡോഡോണ്ടിക്കൽ ട്രീറ്റ്മെൻറ്റ് ചെയ്തതിന് ശേഷം ക്രൗൺ പ്രിപ്പയർ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അതുപോലെ തന്നെ കോപ്പിങ്സിന് അറ്റ്ലീസ്റ്റ് 1 mm തിക്നെസ് എങ്കിലും വേണം, എങ്കിൽ മാത്രമേ ഈ ഫോഴ്സ് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ അത്ര തന്നെ ഷോർട്ടായി പോവും, പിന്നെ ഡോം ഷേപ്പിലും ആയിരിക്കും വരിക എന്നുള്ളത് കൊണ്ട് പ്ലാക്ക് കൺട്രോൾ പ്രോപ്പറായിട്ട് നോക്കണം, അല്ല എങ്കിൽ പെരിഡോണ്ടൽ ഇഷ്യൂസ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ ഈ ഷോർട്ട് കോപ്പിങ്സിൽ സ്റ്റെബിലിറ്റിയൊക്കെ നമുക്ക് നന്നായി കിട്ടുമെങ്കിലും റിട്ടൻഷൻ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ ലോങ് കോപ്പിങ്സിനെ വെച്ച് നോക്കുമ്പോൾ ഇച്ചിരി കുറവായിരിക്കും റിട്ടൻഷൻ ഷോർട്ട് കോപ്പിങ്സിൽ. അപ്പോൾ ഇത്രയാണ് അബട്ട്മെൻറ്റ്സ് വിത്ത് കോപ്പിങ്സിൽ ഉള്ളത്. അപ്പം നമ്മൾ അബട്ട്മെൻറ്റ് വിത്തൗട്ട് കോപ്പിങ്സും അബട്ട്മെൻറ്റ് വിത്ത് കോപ്പിങ്സും ഡിസ്കസ് ചെയ്തു. ഇനി അടുത്തുള്ളത് അറ്റാച്ച്മെൻറ്റ്സ് ആണ്. അപ്പോൾ നമ്മൾ അറ്റാച്ച്മെൻറ്റ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അറ്റാച്ച്മെൻറ്റ്സ് എന്ന് പറയുന്നത് ഒരു സ്മോൾ പ്രിസിഷൻ ഡിവൈസസ് ആണ്. നമ്മൾ ഇതിലെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റൂട്ടിൽ നിന്നാണ് സപ്പോർട്ട് എടുക്കുക, അതായത് ഈ അറ്റാച്ച്മെൻറ്റ്സ് പുറമേ കാണാൻ പറ്റുമെങ്കിലും അത് ഉള്ളിലേക്ക് റൂട്ടിൽ നിന്നാണ് ആ ഒരു സപ്പോർട്ട് എടുക്കുക. അപ്പോൾ അതിനെ നമുക്ക് റാഡിക്കുലർ അറ്റാച്ച്മെൻറ്റ്സ് എന്ന് നമുക്ക് പറയാം. പിന്നെ അബട്ട്മെൻറ്റ്സ് വിത്ത് കോപ്പിങ്സും വിത്തൗട്ട് കോപ്പിങ്സിനെയും കമ്പയർ ചെയ്യുമ്പോൾ റിട്ടൻഷൻ കുറച്ച് കൂടുതൽ വരിക അറ്റാച്ച്മെൻറ്റ്സിലായിരിക്കും. അറ്റാച്ച്മെൻറ്റ്സ് സപ്പോർട്ട് റൂട്ടിൽ നിന്നാണ് എടുക്കുന്നതെങ്കിൽ അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ പുറമേയും എക്സ്പോസ് ചെയ്തിരിക്കും, അതായത് ഈ റിഡ്ജിൽ. അപ്പോൾ നമുക്ക് പ്രോപ്പർ ഇൻ്റർ ഒക്ലൂസൽ സ്പേസ് ഉള്ള പേഷ്യൻസിന് മാത്രമേ നമുക്ക് അറ്റാച്ച്മെൻറ്റ്സ് യൂസ് ചെയ്ത് ഓവർ ഡെഞ്ചേഴ്സ് കൊടുക്കാൻ കഴിയൂ. അതുപോലെ തന്നെ പേഷ്യൻറ്റിൻ്റെ ഓറൽ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കണം, അതായത് നന്നായി ഓറൽ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾക്കേ നമുക്ക് അറ്റാച്ച്മെൻറ്റ്സ് കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നോൺ കോപ്പിങ്ങിനെയും കമ്പയർ ചെയ്യുമ്പോൾ ഇച്ചിരി എക്സ്പെൻസീവ് ആണ് അറ്റാച്ച്മെൻറ്റ്സ് യൂസ് ചെയ്തിട്ടുള്ള ഓവർ ഡെഞ്ചേഴ്സ് വരിക. പിന്നെ അറ്റാച്ച്മെൻറ്റ്സിലെന്ന് പറയുമ്പോൾ 2 പാർട്ടാണ് ഉള്ളത്, മെയിൽ പോർഷനും ഉണ്ട്, ഫീമെയിൽ പോർഷനും ഉണ്ട്. പിന്നെ അറ്റാച്ച്മെൻറ്റ്സ് മെയിനായിട്ട് 3ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തേക്കുന്നത്: സ്റ്റഡ് അറ്റാച്ച്മെൻറ്റ്സ്, ബാർ അറ്റാച്ച്മെൻറ്റ്സ് ആൻഡ് മാഗ്നറ്റിക് അറ്റാച്ച്മെൻറ്റ്സ്. അപ്പോൾ ആദ്യം നമുക്ക് സ്റ്റഡ് അറ്റാച്ച്മെൻറ്റ്സിനെ പറ്റി നോക്കാം. ഈ സ്റ്റഡ് അറ്റാച്ച്മെൻറ്റ്സിനെ തന്നെ നമുക്ക് പ്രഷർ ബട്ടൺ അറ്റാച്ച്മെൻറ്റ്സ് എന്നും പറയാം, അതല്ലെങ്കിൽ സ്നാപ്പ് ഫാസ്റ്റനേഴ്സ് എന്നും പറയാം. മറ്റ് അറ്റാച്ച്മെൻറ്റ്സിനെ, അതായത് ബാർ അറ്റാച്ച്മെൻറ്റിനെയും മാഗ്നറ്റിക് അറ്റാച്ച്മെൻറ്റിനെയും കമ്പയർ ചെയ്യുമ്പോൾ സിംപ്ലസ്റ്റ് ആണ്, ഒരു സിംപ്ലർ കോൺസെപ്റ്റ് ആണുള്ളത് സ്റ്റഡ് അറ്റാച്ച്മെൻറ്റിന്. സ്റ്റഡ് അറ്റാച്ച്മെൻറ്റ് റെസിലിയൻ ടൈപ്പും ഉണ്ട്, നോൺ റെസിലിയൻ ടൈപ്പും ഉണ്ട്. പിന്നെ മുന്നേ പറഞ്ഞതുപോലെ തന്നെ 2 പാർട്സ് ആണുള്ളത്, മെയിൽ കമ്പോണൻറ്റും ഉണ്ട്, ഫീമെയിൽ കമ്പോണൻറ്റും ഉണ്ട്. മെയിൽ കമ്പോണൻറ്റിനെ നമുക്ക് സ്റ്റഡ് എന്നും പറയാം, അതുപോലെ ഫീമെയിൽ കമ്പോണൻറ്റിനെ ഹൗസിംഗ് എന്നും പറയാം. മെയിൽ കമ്പോണൻറ്റ് നമ്മൾ അബട്ട്മെൻറ്റിലേക്കാണ് ഫിക്സ് ചെയ്യുന്നത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് നമുക്ക് ആ റിഡ്ജിൽ കാണാൻ സാധിക്കും, ആ ക്ലിനിക്കൽ പിക്ചറിൽ കാണാം. അങ്ങനെ സ്റ്റഡായിട്ട് കാണുന്നതാണ് മെയിൽ കമ്പോണൻറ്റ് എന്ന് പറയുന്നത്. അതുപോലെ ഹൗസിംഗ് എന്ന് പറയുന്നതാണ് ഫീമെയിൽ കമ്പോണൻറ്റ്, ആൻഡ് അത് നമുക്ക് ഡെഞ്ചർ സർഫസിലാണ് ഉണ്ടാവുക.
അപ്പോൾ ഇതിലെങ്ങനെയാണ് റിട്ടൻഷൻ നമുക്ക് കൂടുതൽ കിട്ടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറ്റാച്ച്മെൻറ്റ് ഓഫ് മെയിൽ കമ്പോണൻറ്റ് ടു ദ ഫീമെയിൽ കമ്പോണൻറ്റ് വരുമ്പോഴാണ് റിട്ടൻഷൻ കൂടുന്നത്. സ്റ്റഡ് അറ്റാച്ച്മെൻറ്റ്സിൻ്റെ എക്സാമ്പിളായിട്ട് പറയണമെങ്കിൽ സീക്ക അറ്റാച്ച്മെൻ്റ് ഉണ്ട്, ലോജിക് ഉണ്ട്, അല്ലെങ്കിൽ സെസ്റ്റ് അറ്റാച്ച്മെൻറ്റ്സ് എന്നൊക്കെ പറയുന്നതാണ് സ്റ്റഡ് അറ്റാച്ച്മെൻറ്റിൻ്റെ എക്സാമ്പിൾസ്. അതങ്ങനെ ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിച്ച് കണ്ടിട്ടില്ല, അതുകൊണ്ടാണ് മെൻഷൻ ചെയ്യാത്തത്. ബാർ അറ്റാച്ച്മെൻറ്റിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇഡഞ്ചലസ് ഏരിയ, അതായത് ഈ അബട്ട്മെൻറ്റ്സുകൾ തമ്മിൽ ജോയിൻ ചെയ്യണം. അപ്പോൾ അതിൽ ഒന്നിലധികം അബട്ട്മെൻറ്റ്സ് നമുക്ക് വേണം, അങ്ങനെയെങ്കിൽ മാത്രമേ നമുക്ക് ബാർ അറ്റാച്ച്മെൻറ്റ് കൊടുക്കാൻ സാധിക്കൂ. ഇപ്പോൾ 2 അബട്ട്മെൻറ്റ്സ് ആണുള്ളതെങ്കിൽ ഈ 2 അബട്ട്മെൻറ്റ് തമ്മിൽ കണക്ട് ചെയ്യുന്ന രീതിയിൽ നമുക്കൊരു ബാർ കൊടുക്കാം. എന്നിട്ട് ആ ബാറിലേക്ക് ഈ ഡെഞ്ചർ സ്ലീവ്സ് വന്ന് അറ്റാച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഡെഞ്ചർ സർഫസിൽ നമ്മൾ സ്ലീവ്സോ അല്ലെങ്കിൽ ക്ലിപ്പോ കൊടുക്കും. അപ്പോൾ അതാണ് ഈ വന്ന് ബാറിലേക്ക് അറ്റാച്ച് ചെയ്യുക. അങ്ങനെ അറ്റാച്ച് ചെയ്യുമ്പോഴാണ് നമുക്ക് റിട്ടൻഷൻ കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഈ ഡെഞ്ചറിലേക്ക് വരുന്ന ഫോഴ്സ് ഈ ബാർ സ്പ്ലിൻസിലേക്ക് പോകും. ഈ ബാർ സ്പ്ലിൻസ് പിന്നെ ഫോഴ്സസ് എപ്പൈക്കലി കൊടുക്കുകയാണ് ചെയ്യുക. ഇപ്പോൾ നമുക്ക് അബട്ട്മെൻറ്റിനുള്ള സ്പേസ് വേണം, അതുപോലെ തന്നെ ബാറിനുള്ള സ്പേസ് വേണം. അപ്പോൾ അതിനെന്ന് വെച്ച് കഴിഞ്ഞാൽ വെർട്ടിക്കലും ബക്കോലിംഗ്വൽ സ്പേസും വേണം. അപ്പോൾ കറക്റ്റ് പ്രോപ്പർ ഒക്ലൂസൽ സ്പേസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ബാർ അറ്റാച്ച്മെൻറ്റ് കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. പിന്നെ അതുപോലെ തന്നെ പേഷ്യൻറ്റിൻ്റെ ഓറൽ ഹൈജീൻ മെയിൻ്റനൻസ് എങ്ങനെയാണെന്ന് നോക്കണം. വളരെ നന്നായിട്ട് ഓറൽ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യുന്നവർക്ക് മാത്രമേ നമുക്ക് ബാർ അറ്റാച്ച്ഡ് ഓവർ ഡെഞ്ചർ കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മളിപ്പോൾ ബാർ അറ്റാച്ച്മെൻറ്റ്സിനെ ക്ലാസിഫൈ ചെയ്യുകയാണെങ്കിൽ ഈ നമ്പർ ഓഫ് അറ്റാച്ച്മെൻറ്റ്സ് നോക്കിയിട്ട് അറ്റാച്ച്മെൻറ്റ്സ് എന്ന് പറയുമ്പോൾ നമുക്കതിന് 2 തരത്തിലുണ്ട്. സിംഗിൾ ബാറും ഉണ്ട്, മൾട്ടിപ്പിൾ ബാറും ഉണ്ട്. അതെന്ന് പറയുമ്പോൾ ഒരു ബാറാണെങ്കിൽ ഇപ്പോൾ 2 ടീത്ത് ഉള്ളതിന് നമുക്ക് സിംഗിൾ ബാറായിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ പോസ്റ്റീരിയേഴ്സിൽ ഇനി നമുക്ക് 2 അബട്ട്മെൻറ്റ്സ് ഉണ്ടെങ്കിൽ അങ്ങനെ മൾട്ടിപ്പിൾ ബാർസ് ആയിട്ട് നമുക്ക് കൊടുക്കാം. അതല്ലെങ്കിൽ ഇനി ഡിപ്പെൻഡിങ് ഓൺ മൂവ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് 2 ടൈപ്പ് ഉണ്ട്. ബാർ യൂണിറ്റും ഉണ്ട്, ബാർ ജോയിൻസും ഉണ്ട്. അപ്പോൾ ഇതിൽ ബാർ യൂണിറ്റ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാർ യൂണിറ്റ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അവിടെ മൂവ്മെൻറ്റ് ഉണ്ടാവില്ല. അതായത് ഈ ബാറിനും സ്ലീവിനും ഇടയ്ക്ക്, ഈ സ്ലീവ് വരുന്നത് ഡെഞ്ചർ സർഫസിലാണ്. അപ്പോൾ ഈ സ്ലീവിനും ബാറിനും ഇടയ്ക്ക് മൂവ്മെൻറ്റ്സ് ഒന്നും സാധ്യമാവില്ല. അപ്പോൾ അങ്ങനെ ഫിക്സ്ഡ് ആയിട്ടിരിക്കുന്നതാണ് ബാർ യൂണിറ്റ് എന്ന് പറയുന്നത്. എന്നാൽ ബാർ ജോയിൻ്റ് എന്ന് പറയുന്നത് ഒരു റൊട്ടേഷണൽ മൂവ്മെൻറ്റ് പെർമിറ്റ് ചെയ്യും. എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബാറിനും സ്ലീവിനും ഇതിലായിട്ട് ബാർ ജോയിൻസ് മൂവ്മെൻറ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ ബാർ ജോയിൻസ് എന്ന് പറയുന്നത് റെസിലിയൻ്റ് ആണ്, ബാർ യൂണിറ്റ്സ് എന്ന് പറയുന്നത് റിജിഡ് ആണ്. ബാർ അറ്റാച്ച്മെൻറ്റ്സിന് എക്സാമ്പിളായിട്ട് നമുക്ക് വേണമെങ്കിൽ ഹെയ്ഡർ ബാർ, ഡോൾഡർ ബാർ അല്ലെങ്കിൽ അക്കർമാൻ, ഇതൊക്കെയാണ് ബാർ അറ്റാച്ച്മെൻറ്റ്സിന് എക്സാമ്പിളായിട്ട് പറയുന്നത്. ഇനി മാഗ്നറ്റിക് അറ്റാച്ച്മെൻറ്റ്സ്. ഇപ്പോൾ മാഗ്നറ്റിക് അറ്റാച്ച്മെൻറ്റിന് കൺസിസ്റ്റ് ഓഫ് 2 പാർട്സ് ആണ്, 2 പാർട്സ് ആണുള്ളത്. കീപ്പറും ഉണ്ട്, ഡെഞ്ചർ റിട്ടൻഷൻ എലമെൻറ്റും ഉണ്ട്. അത് ആ പിക്ചറിൽ കാണാം നമുക്ക്, മാഗ്നറ്റിക് കീപ്പറും മാഗ്നറ്റും. അപ്പോൾ ആ മാഗ്നറ്റ് ഇരിക്കുന്ന പോർഷനെയാണ് നമ്മൾ ഡെഞ്ചർ റിട്ടൻഷൻ എലമെൻ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഡെഞ്ചർ സർഫസിൽ, അതായത് ഡെഞ്ചറിൻ്റെ ടിഷ്യൂ സർഫസിലാണ് മാഗ്നറ്റ് വരിക. അപ്പോൾ ആ മാഗ്നറ്റിനെയാണ് മാഗ്നറ്റ് ഇരിക്കുന്ന ആ പോർഷനെയാണ് നമ്മൾ ഡെഞ്ചർ റിട്ടൻഷൻ എലമെൻ്റ് എന്ന് പറയുന്നത്. ഒരു പെയർഡ് സിലിണ്ട്രിക്കൽ മാഗ്നറ്റ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ മാഗ്നറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊബാൾട്ട് സെമേറിയം ആയിരിക്കും ആ മെറ്റീരിയൽ വരുന്നത്. ഇനി അതുപോലെ തന്നെ കീപ്പർ എന്ന് പറയുന്നത് നമ്മൾ അബട്ട്മെൻറ്റ് ടീത്തിലേക്കാണ് വരുന്നത്. അത് സ്റ്റെയിൻലെസ് സ്റ്റീൽ കൊണ്ടായിരിക്കും ഉണ്ടാക്കിയിട്ടുണ്ടാവുക. കീപ്പർ നമ്മൾ അബട്ട്മെൻറ്റ് ടീത്തിൻ്റെ റൂട്ടിലേക്ക് സിമെൻറ്റ് ചെയ്തേക്കുമായിരിക്കും. ഇനി മാഗ്നറ്റിക് അറ്റാച്ച്മെൻറ്റിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പ്രോപ്പർ പാത്ത് ഓഫ് ഇൻസേർഷൻ കാണില്ല. ഇപ്പം നമുക്ക് സ്റ്റഡ് അറ്റാച്ച്മെൻ്റ് ആയാലും ബാർ അറ്റാച്ച്മെൻ്റ് ആയാലും നമുക്ക് ഒരു സിംഗിൾ വേ ഓഫ് പാത്ത് ഓഫ് ഇൻസേർഷൻ കാര്യം അതിലേക്ക് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ മാഗ്നറ്റ് ആയതുകൊണ്ട് അങ്ങനെ പാത്ത് ഓഫ് ഇൻസേർഷൻ ഇല്ല. അതുപോലെ തന്നെ ഇതിനങ്ങനെ പ്രത്യേകിച്ച് ഒരു സ്പെഷ്യലൈസ്ഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ്റെ ആവശ്യം വരുന്നില്ല. അബട്ട്മെൻറ്റ്സിന് ഇങ്ങനെ പാരലായിട്ട് തന്നെ ഇരിക്കണമെന്ന് നിർബന്ധമില്ല. അതുപോലെ തന്നെ നമ്മളിപ്പോൾ പേഷ്യൻ്റ് ഇപ്പോൾ വെക്കുമ്പോൾ ഇച്ചിരി അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇച്ചിരി ഒന്ന് ഷിഫ്റ്റായി പോയി അല്ലെങ്കിൽ ഇച്ചിരി ഫ്രണ്ടിലേക്ക് പ്ലേസ് ചെയ്തു എന്നുണ്ടെങ്കിൽ തന്നെ മാഗ്നറ്റ് ആയതുകൊണ്ട് ഓട്ടോമാറ്റിക് റീസീറ്റിംഗ് അവിടെ ഉണ്ടാവും. പിന്നെ റിപ്പയറിങ്ങിനും റീലൈനിങ്ങിനും ഒക്കെ ഈസിയാണ്. അതുപോലെ തന്നെ ഈ ലാറ്ററൽ റൊട്ടേഷണൽ മൂവ്മെൻറ്റ്സ് ഒക്കെ പോസിബിൾ ആണ് മാഗ്നറ്റ് ആയതുകൊണ്ട്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോഴ്സുകൾ ഇപ്പം വരുന്നത് മിനിമലായിരിക്കും റൂട്ടിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുക. പിന്നെ മാഗ്നറ്റിക് അറ്റാച്ച്മെൻറ്റ്സിൻ്റെ ഡിസഡ്വാൻറ്റേജസ് നോക്കുകയാണെങ്കിൽ ബാക്കി അറ്റാച്ച്മെൻറ്റ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ റിട്ടൻഷൻ ഇച്ചിരി കുറവായിരിക്കും. അതുപോലെ തന്നെ ഈ യൂസ് ചെയ്തേക്കുന്ന അലോയ് കുറച്ച് നാൾ കഴിയുമ്പോൾ കൊറോഡ് ചെയ്യാനും അതല്ലെങ്കിൽ ഫ്രാക്ചർ ആവാനുമുള്ള ചാൻസസ് ഉണ്ട്.
പിന്നെ അടുത്ത ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ മാഗ്നറ്റ് ഇടയ്ക്കിടയ്ക്ക് റീപ്ലേസ് ചെയ്യേണ്ടതായിട്ട് വരും. കാര്യം ഒത്തിരി നാളത്തെ യൂസിൽ മാഗ്നറ്റിൻ്റെ ആ മാഗ്നറ്റിസം ലോസ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെയാണ് മാഗ്നറ്റിക് അറ്റാച്ച്മെൻറ്റ്സിൻ്റെ ഡിസഡ്വാൻറ്റേജസ്. അടുത്ത ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ടൈപ്പ് ഓഫ് ഓവർ ഡെഞ്ചേഴ്സിലാണ്. അത് പ്രപ്പോസ് ചെയ്തേക്കുന്നത് ബ്രൂവർ ആൻഡ് മോറോ ആണ്. 3 ക്ലാസിഫൈ ചെയ്തേക്കുന്നത്: ഇമ്മീഡിയറ്റ് ഓവർ ഡെഞ്ചർ, ട്രാൻസിഷണൽ ഓവർ ഡെഞ്ചർ, അതും റിമോട്ട് ഓവർ ഡെഞ്ചർ. അങ്ങനെ 3 ക്ലാസിഫിക്കേഷൻ: ഇമ്മീഡിയറ്റ് ഓവർ ഡെഞ്ചർ, ട്രാൻസിഷണൽ ഓവർ ഡെഞ്ചർ ആൻഡ് റിമോട്ട് ഓവർ ഡെഞ്ചർ. അതിൽ ട്രാൻസിഷണൽ ഓവർ ഡെഞ്ചറിനെ തന്നെ നമുക്ക് ഇൻറ്ററിം ഓവർ ഡെഞ്ചർ എന്നും പറയാം. അതുപോലെ റിമോട്ട് ഓവർ ഡെഞ്ചറിനെ പെർമനൻറ്റ് ഓവർ ഡെഞ്ചർ എന്നും പറയാം. അപ്പോൾ അതിലാദ്യം നമ്മൾ ഇമ്മീഡിയറ്റ് ഓവർ ഡെഞ്ചേഴ്സിനെ നോക്കുകയാണെങ്കിൽ ഇമ്മീഡിയറ്റ് ഡെഞ്ചർ പോലെ തന്നെയാണ്. ആ എക്സ്ട്രാക്ഷന് മുന്നേ ഉള്ള ഒരു ഇംപ്രഷൻ എടുത്തിട്ട് നമ്മൾ ഹോപ്പ്ലെസ് ആയിട്ടുള്ള ടീത്ത് കാസ്റ്റിൽ തന്നെ ട്രിം ചെയ്ത് കളഞ്ഞിട്ട് പിന്നെ നമ്മൾ അബറ്റ്മെൻ്റ് ആയിട്ട് വെക്കാൻ ഉദ്ദേശിക്കുന്ന ടീത്തിന് ഏത് ഹൈറ്റിലാണ് നമ്മൾ അബറ്റ്മെൻറ്റ് കൊടുക്കുക എന്ന് വെച്ചാൽ അതനുസരിച്ചിട്ട് ഒരു ഇമ്മീഡിയറ്റ് ആയിട്ടൊരു ഡെഞ്ചർ ചെയ്യുന്നു. എന്നിട്ട് എക്സ്ട്രാക്ഷൻ കഴിഞ്ഞ് അപ്പോൾ തന്നെ നമ്മൾ പേഷ്യൻറ്റിന് കൊടുക്കുന്നതാണ് ഇമ്മീഡിയറ്റ് ഓവർ ഡെഞ്ചർ. അപ്പോൾ ഇപ്പോൾ സിവിയർ പെരിഡോണ്ടൽ ഇഷ്യൂസ് കൊണ്ടിട്ടാണ് നമ്മൾ ആ ടീത്തൊക്കെ റിമൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ അബറ്റ്മെൻറ്റ് ടീത്തിനും എന്തെങ്കിലും ഡൗട്ടുണ്ട്, കാര്യം അതിന് പ്രോഗ്നോസിസ് എങ്ങനെയായിരിക്കും എന്നൊരു ഡൗട്ട്ഫുൾ ആണെങ്കിൽ നമുക്കിങ്ങനെ ഒരു ഇമ്മീഡിയറ്റ് ഓവർ ഡെഞ്ചർ കൊടുത്ത് കുറച്ച് നാൾ നോക്കാം, കാര്യം എങ്ങനെയുണ്ട് പ്രോഗ്നോസിസ് എന്നറിയാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇല്ല നല്ല പ്രോഗ്നോസിസ് ആണെന്നുണ്ടെങ്കിൽ പിന്നീട് നമുക്കൊരു കൺവെൻഷണൽ ഓവർ ഡെഞ്ചർ ഉണ്ടാക്കാം. അടുത്തത് ട്രാൻസിഷണൽ ഓവർ ഡെഞ്ചർ അല്ലെങ്കിൽ ഇൻറ്ററിം ഓവർ ഡെഞ്ചർ എന്നും പറയാം. ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള RPD ആണ് നമ്മളിവിടെ ഓവർ ഡെഞ്ചർ ആക്കുക. ഇതും ഇമ്മീഡിയറ്റ് ഡെഞ്ചർ പോലെ തന്നെയാണ്, എങ്കിലും എന്താ പറയുക, മറ്റേതിൽ നമ്മൾ മൊത്തത്തിൽ ഒരു പുതിയൊരു ഓവർ ഡെഞ്ചർ ഉണ്ടാക്കുകയാണ്. ട്രാൻസിഷണൽ എന്നെങ്ങനെ പറയുമ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള RPDയിൽ ബാക്കി നമ്മൾ ബിൽഡ് ചെയ്തെടുക്കുകയാണ്. ഇതും ഇമ്മീഡിയറ്റ് ഡെഞ്ചർ പോലെ തന്നെയാണ്. ഒരു ഹീലിംഗ് ഒക്കെ കഴിഞ്ഞ് പ്രോപ്പറായി കഴിയുമ്പോൾ നമ്മൾ കൺവെൻഷണൽ രീതിയിൽ ഒരു ഓവർ ഡെഞ്ചർ ഉണ്ടാക്കുക. അടുത്തത് റിമോട്ട് ഓവർ ഡെഞ്ചേഴ്സ് അല്ലെങ്കിൽ പെർമനൻറ്റ് ഓവർ ഡെഞ്ചർ എന്ന് പറയാം. ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് ഹീലായ ടിഷ്യൂലാണ് നമ്മൾ ഓവർ ഡെഞ്ചർ ഉണ്ടാക്കി കൊടുക്കുക. അതായത് നമ്മളിപ്പോൾ ട്രാൻസിഷണൽ ഓവർ ഡെഞ്ചർ അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ഓവർ ഡെഞ്ചർ ചിലപ്പോൾ ഉള്ള പേഷ്യൻസിന് തന്നെ കംപ്ലീറ്റ് ഹീലായി കഴിഞ്ഞിട്ട് നമ്മൾ കൊടുക്കുന്ന ഡെഞ്ചറിനെ ഓവർ ഡെഞ്ചറിനെയാണ് റിമോട്ട് ഓവർ ഡെഞ്ചർ അല്ലെങ്കിൽ പെർമനൻറ്റ് ഓവർ ഡെഞ്ചർ എന്ന് പറയും. നമ്മളിപ്പോൾ റിമോട്ട് ഓവർ ഡെഞ്ചേഴ്സ് ചെയ്യുമ്പോൾ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് റെസിൻ വെച്ചും ചെയ്യാം, അതും അല്ലെങ്കിൽ മെറ്റൽ ബേസ് കൊടുത്ത് അതിൽ റെസിൻ വെച്ചും ചെയ്യാം. ഇതിൽ ഏത് തരത്തിൽ വേണമെങ്കിലും റിമോട്ട് ഓവർ ഡെഞ്ചേഴ്സ് നമുക്ക് കൊടുക്കാം. ഇത്രയാണ് ഓവർ ഡെഞ്ചേഴ്സിനെ പറ്റിയിട്ടുള്ളത്. ഇതിൽ ഒത്തിരി തവണ ചോദിച്ചിട്ടുള്ള ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജസ്, ഇൻഡിക്കേഷൻസ്, കോൺട്രാ ഇൻഡിക്കേഷൻ, അതുപോലെ തന്നെ ക്ലാസിഫിക്കേഷനൊക്കെയാണ് ചോദിച്ച് കണ്ടിട്ടുള്ളത്. അല്ലാതെ ഈ ടൂത്ത് സപ്പോർട്ടഡൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, അങ്ങനെ റിപ്പീറ്റഡായിട്ട് ചോദിച്ച് കണ്ടിട്ടില്ല. എങ്കിലും ഇത്രയും പഠിക്കേണ്ടതാണ്. എന്തെങ്കിലും ഡൗട്ടുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്താൽ മതി. താങ്ക് യു.